ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് ആഗസ്റ്റ് 9 ദേശീയ വ്യാപാര ദിനം ആഘോഷിച്ചു. പതാക ഉയർത്തൽ, സീനിയർ വ്യാപാരികളെ ആദരിക്കലും ചികിത്സാ സഹായ വിതരണവും നടന്നു. യൂണിറ്റ് സെക്രട്ടറി ATV രാജേഷ് സ്വാഗതം ആശംസിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ CBM തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ ജനറൽ സെക്രട്ടറി ജോൺസൺ പടിഞ്ഞാത്ത് സീനിയർ വ്യാപാരികളെ ആദരിക്കലും ചികിത്സാ സഹായ വിതരണവും നടത്തി. യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിൻഡോ ജോയി, വനിതാ വിംഗ് പ്രസിഡന്റ് ബിന്ദു ജേക്കബ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി VP നന്ദി രേഖപ്പെടുത്തി. കേരള വ്യാപാരി വ്യവസായ സമിതി നടത്തിയ ത്യാഗത്തിന്റെയും ഫലമായാണ് ഇന്ന് കാണുന്ന തരത്തിൽ കേരളത്തിൽ വ്യാപാരം നടത്തുവാൻ വേണ്ടി നമുക്ക് ഒരു സ്ഥലം, ഒരു വേദി ഉണ്ടായത്. നമ്മളൊക്കെ അറിയാം, പണ്ട് നികുതി വകുപ്പിന്റെയും മറ്റ് ലീഗൽ മെട്രോളജി വകുപ്പിന്റെയൊക്കെ വളരെ നിരന്തരമായ കയറി ഇറങ്ങി വ്യാപാരികളെ പീഡിപ്പിക്കുന്ന ആ കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ട്. അതിൽ നിന്നെല്ലാം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടത്തിയ ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും ഫലമായാണ് ഇന്ന് ഈ കാണുന്ന തരത്തിൽ നമുക്ക് വ്യാപാരം നടത്തുവാൻ സാധിക്കുന്നത്. ഈ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കേരളത്തിൽ നടത്തുന്ന പോരാട്ടങ്ങളുടെ തുടർച്ചയെന്നോണം പല ഓൺലൈൻ ബിസിനസിന്റെയും മറ്റ് വ്യാപാര മേഖല അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയെല്ലാം പരിഹരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് ആഗസ്റ്റ് 9 വ്യാപാരി ദിനവും കടന്നുപോകുന്നത്. ഏതാണ്ട് 50 വർഷത്തിനോളം അടുത്തുകൊണ്ടിരിക്കുന്ന കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന സംഘടനയുടെ നിരന്തരമായ ആവശ്യമായിരുന്നു കേരളത്തിലെങ്കിലും നമ്മുടെ ഈ സംസ്ഥാനത്തെങ്കിലും ഒരു ദിനം വ്യാപാരികൾക്കായി വേണമെന്നുള്ളത്. അത് ദേശീയ സംഘടനയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഈ ഒരു ആവശ്യം നേടിയെടുക്കാൻ നിരന്തരമായി ദേശീയ സംഘടനയും അതിനോട് ചേർന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആഗസ്റ്റ് 9 ദേശീയ വ്യാപാരി ദിനമായി സെൻട്രൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം വന്നതിന് ശേഷം എല്ലാ വർഷവും നമ്മുടെ രാജ്യത്തെ എല്ലാ വ്യാപാരി സംഘടനകളും വ്യാപാരികളും വ്യവസായികളും ആ ദിനം വളരെ ആഘോഷമായിട്ട് നടത്തിവരികയാണ്. വിപുലമായ കാരുണ്യ പ്രവൃത്തികളും വ്യാപാരികളെ ആദരിക്കലും അനുമോദിക്കലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശുചിത്വ പ്രവർത്തനങ്ങളൊക്കെ നിരവധിയായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ വ്യാപാരികളോട് തോളോട് തോൾ ചേർന്നുകൊണ്ടാണ് പഞ്ചായത്ത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. ഇനി ടൗണിനെ മനോഹരമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ. നമുക്കറിയാം, ടൗണിലൂടെയൊക്കെ ഇപ്പോൾ ചെടിച്ചട്ടികളൊക്കെ വെച്ച് മനോഹരമായ രീതിയിലൂടെ പോകുന്നില്ല. പക്ഷെ അതിനൊക്കെ വെള്ളമൊഴിക്കുന്നതൊക്കെ വ്യാപാരികളാണ്. അതായത് വ്യാപാരികൾ ഇല്ലാതെ ഒരു ടൗണിന് ഏത് മേഖലയിലും പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലേക്കാണ് വ്യാപാരികളുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംസ്ഥാന സർക്കാരുമായിട്ടും അതുപോലെ മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെയായിട്ട് വ്യാപാര സ്ഥാപനങ്ങൾ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഇത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വ്യാപാരികളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ മുൻകാലങ്ങളിലും ഇത്തരത്തിൽ തന്നെയായിരുന്നു. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ അന്ന് ഇത്രത്തോളം വികസനം വന്നിരുന്നില്ല എങ്കിൽ തന്നെ സമസ്ത വികസനങ്ങൾക്ക് മുന്നിൽ നിന്നത് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് വ്യാപാരി സുഹൃത്തുക്കൾ തന്നെയാണ്. പിന്നെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ചിലപ്പോൾ ചില ചെറിയ ചെറിയ കുഴുക്കുത്തുകളൊക്കെ ഉണ്ടായേക്കാം. കാരണം എല്ലാ മേഖലകളിലും എല്ലാ പ്രവർത്തനങ്ങളിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. ചിലപ്പോൾ ഉദാഹരണമായിട്ട് ചിലപ്പോൾ ഇപ്പം സർക്കാരൊക്കെ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ കത്തിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചില സ്ഥാപനങ്ങളൊക്കെ അത്തരത്തില് പ്ലാസ്റ്റിക് കത്തിക്കുക ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്ത് നടക്കാറുണ്ട്. കാരണം അതിനെ അവരെ നമുക്ക് തിരുത്താൻ വേണ്ടിയിട്ട് മാത്രമേ സാധിക്കുള്ളൂ. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെ ജാഗ്രതയോടെ ചെറുപുഴയിലെ വ്യാപാരി സമൂഹം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. ഇത്തരത്തിൽ ചില ആളുകൾ പ്രവർത്തിക്കുന്നവരെ തിരുത്തുന്നതിനുള്ള ശ്രമങ്ങളും ചെറുപുഴ വ്യാപാരി സമൂഹം നടത്തുന്നതിന്റെ ഒരു സാക്ഷി കൂടിയാണ് ഞാൻ. അങ്ങനെ സമസ്ത മേഖലകളിലും ശുചിത്വ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഒക്കെ നിരവധിയായ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ചെറുപുഴ വ്യാപാരി സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഓഗസ്റ്റ് 9 നമുക്ക് ദേശീയ വ്യാപാരി ദിനം. വ്യാപാരികളെ സംബന്ധിച്ച് ഒരു ആഘോഷത്തിന്റെ ദിനം. ഇത് നമ്മുടെ ദിനമാണ്. ഈ ദിനം നമുക്ക് കുറച്ച് വർഷങ്ങളായി 2015 തൊട്ടിങ്ങോട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ദിനമാണ്. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ മേഖലയിലാണെങ്കിൽ 11 യൂണിറ്റുകളിലും വ്യാപാരികൾ നമ്മുടെ ശുഭ്ര പതാക ഉയർത്തിക്കൊണ്ട് മധുരം വിതരണം ചെയ്തുകൊണ്ട് ഇതുപോലുള്ള ചടങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട് വിവിധങ്ങളായ സഹായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് അനാഥ അഗതി മന്ദിരങ്ങളിലെ അന്തേവാസികളോടൊത്ത് ചെലവഴിച്ചുകൊണ്ട് വലിയ ഒരു സാമൂഹ്യ മുന്നേറ്റത്തിന്റെ ദിനമായി വ്യാപാരികളുടെ ഈ ദിനം കൊണ്ടാടുകയാണ്. നമുക്കറിയാം, വ്യാപാരികളെ സംബന്ധിച്ച് അവരൊക്കെ സ്വന്തം നിലനിൽപ്പിനായിക്കൊണ്ട് പടപൊരുതുന്ന ഒരു കാലഘട്ടമാണ്. ദീർഘകാലം 10, 20, 50, 60 വർഷം ഒരു തൊഴിലായി കണ്ടുകൊണ്ട് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.